അപ്പം അങ്ങനെ ഒരു കുറേ ബിൽഡപ്പ് ആയിട്ട് വന്ന ഒരു UFC പേപ്പർ വ്യൂ അങ്ങനെ കഴിഞ്ഞ് ആംഗലേവ് വേഴ്സസ് പെരേര. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കുറേ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്ന ഒരു ഇവന്റ് ആയിരുന്നു. കൊള്ളായിരുന്നു, സാധനം കൊള്ളാം. കാരണം അലക്സിന്റെ ആ ക്ലിഞ്ചിലെ ഡിഫെൻഡും അതൊക്കെ അങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചില്ല. അന്ന് ആംഗലേവ് താഴെ ഇടുന്നും വിചാരിച്ചു. ഇതിപ്പോ ഒരു വല്ലാത്തൊരു സാധനം തന്നിട്ടുണ്ട്. ഇനിയിപ്പോ റീമാച്ച് കൊള്ളാം. ഇനിയിപ്പോ റീമാച്ച് ഇതിനേലും ബിഗർ ആയിരിക്കുന്നതാണ്. കാരണം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഫസ്റ്റ് ഫൈറ്റ് ഉണ്ടായിരിക്കുന്നത്. ഒരു ക്ലിയർ വിന്നർ എന്ന് പറഞ്ഞാൽ പോയിന്റില് ആംഗലേവ് ജയിച്ചു. പക്ഷെ എന്നാലും ഇനിയും കുറെ ആൾക്കാരുടെ കണ്ണിൽ ഒരു ക്ലിയർ വിന്നർ കിട്ടാനുള്ള ആഗ്രഹമുണ്ട്. ഇതിപ്പോ അവിടെ ആണെങ്കിൽ ഇപ്പൊ ആംഗലേവ് റീമാച്ച് അബുദാബി എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അബുദാബി എന്ന് പറഞ്ഞ പ്ലേസ് ഇവരുടെ രണ്ടുപേരുടെ സ്റ്റോറി ലൈനിൽ നല്ല ബിഗ് ഫാക്ടറാണ്. പണ്ട് അബുദാബിയിൽ ആംഗലേവിന് ടൈറ്റിൽ ഫൈറ്റ് വേണമെന്നും പറഞ്ഞ് ടൈറ്റിൽ ഫൈറ്റ് കൊടുത്തില്ല. അങ്ങനത്തെ ഒരു കുറെ റൂമറും കുറെ സ്റ്റോറി ലൈൻ ഉണ്ട് അവിടെ. അപ്പൊ ആ സ്ഥലത്തോട്ട് തന്നെ തിരിച്ച് കൊണ്ടുവരുന്നെന്ന് പറയുമ്പോൾ കൊള്ളാം. ഇനിയിപ്പോ അലക്സ് പെരേര കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാനൊന്നുമില്ല. ഇപ്പൊ തന്നെ 25 മിനിറ്റ് കഴിയുമ്പോ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫിഗർ ഔട്ട് ആയപ്പോൾ ഒരാൾക്കെതിരെ ഗെയിം പ്ലാൻ ഉണ്ടാക്കിയതാണല്ലോ. ഇപ്പൊ 25 മിനിറ്റില് ഒരു ഡാറ്റയും കൂടി മറ്റേ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസും കൂടി കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് രണ്ടുപേർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ റീമാച്ച് പൊളിയായിരിക്കും. പിന്നെ ഈ ഫൈറ്റിൽ 313 പെരേരയ്ക്ക് മറ്റൊരു സാധനം കിട്ടി. ബ്രൂസ് ബഫർ സാധാരണ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 1 എന്നും പറഞ്ഞ് അനൗൺസ് ചെയ്യണത് ആകെ ജോൺ ജോൺസൺ ചെയ്തിട്ടുണ്ട്, മഗ്രഗറിനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൂന്നാമത് ഇപ്പൊ അലക്സ് പെരേരനെ 1 എന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അത് ഒരു കൊള്ളായിരുന്നു ആ മൊമെന്റ്. കാരണം ഈ ഫൈറ്റിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോസ്റ്റ് എവിടെയൊക്കെ കണ്ടായിരുന്നു ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന്, അങ്ങനെ എന്തൊക്കെയോ. അപ്പൊ അത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൊള്ളാം, പൊളി. പിന്നെ 313 കോമയിന് വേണ്ടി ഇപ്പൊ ജസ്റ്റിൻ ഗേജ് ജയിച്ചത് കാരണം ഇപ്പൊ ജസ്റ്റിൻ ഗേജ് ഫൈറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇനി ഞാൻ ടൈറ്റിൽ ഫൈറ്റ് ആണ്, ഇനിയിപ്പോ അടുത്ത ടൈറ്റിൽ ഫൈറ്റ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടെയാണെങ്കിൽ ഇലിയ ഉണ്ട്. അവിടെ ഇലിയ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലിയ ഇപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 155 വന്നെന്ന് ഉറപ്പിച്ച്. ഈ മൊയ്ക്കാനോ ലെവൽ ഫൈറ്റ് ആണെങ്കിൽ പുള്ളിക്ക് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പുള്ളിക്ക് ബിഗർ ഫൈറ്റ്, അതെന്ത് ബിഗ് ഫൈറ്റ് എടുക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് നിൽക്കണം. ബിഗ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ഫൈറ്റ്, ഇസ്ലാമായിട്ടുള്ള ഫൈറ്റ്. ഗേജി ഇപ്പൊ അതിനിടയ്ക്ക് കൂടെ ആ ട്രയാങ്കിളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താവോ എനിക്ക് തോന്നണെന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഡസ്റ്റിൻ അതിനാണെങ്കിൽ ഇതിന്റെ ഇടയിലുണ്ട്. അതാണെങ്കിൽ ഡസ്റ്റിനൊരു ലാസ്റ്റ് ഫൈറ്റ് 155 ചെയ്യണം. അപ്പൊ UFC തന്നെ ലാസ്റ്റ് ഫൈറ്റ് ചെയ്യണം. അപ്പൊ ഒരു ലെജൻഡ് ഫൈറ്റ് വേണം എന്ന് പറയണം. അപ്പൊ അതിനെ പറ്റി ഇപ്പൊ എനിക്ക് തോന്നുന്നു മാക്സ് ഹോളോവേയാണുള്ളത്. അപ്പൊ മാക്സ് ഹോളോവേയും ഡസ്റ്റിനും അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ജസ്റ്റിൻ, ഇലിയ, ഇസ്ലാം, പിന്നെ അർമൻ ഉണ്ട് ബാക്കിൽ. പക്ഷെ അർമനും ഇലിയ നല്ലൊരു മാച്ചപ്പ് ആയിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും നടന്നു കഴിഞ്ഞാൽ ഷോകോ. ഇതിൻ്റെ ഇടയിൽ ഒരാൾ മിസ്സായി, ഒലിവേറ ഉണ്ട്. അപ്പൊ ഇത് ഏത് ഫൈറ്റാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്? ഇലിയയും ഒലിവേറയും വെച്ചിട്ട് അവർ ജയിക്കണവര് തമ്മിൽ ഇസ്ലാമായിട്ട് ഒന്നും കൂടി ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടി ലോജിക്കലാണ്. കാരണം ഇലിയ ജസ്റ്റ് വന്നതിലുള്ളൂ, ഡയറക്റ്റ് ടൈറ്റിൽ ഫൈറ്റിൽ കൊടുക്കേണ്ടതാണ്. പക്ഷെ ഈ ഇസ്ലാമിന് ഇനിയിപ്പോൾ 155 അധികം നാളെ കിട്ടൂല. ഇനി 170 പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബിഗ് മണി ഫൈറ്റാണ് ഇലിയ ഇസ്ലാം. ഈ ഫൈറ്റ് ആണെങ്കിൽ ഇപ്പം നമ്മുടെ കോഹോസ്റ്റ് കെവിൻ ബ്രോ കുറച്ച് നാൾ ഇലിയ ഫാൻ പേജ് ആയിരുന്നു നമ്മുടെ പേജ്. അപ്പൊ ഇലിയ ജയിക്കുന്ന നറേറ്റീവ് ഓക്കെ ശരിയാണ്. അത്രയും ഹാൻഡ്സ് സ്പീഡൊക്കെ ഉള്ളത് ഇലിയക്ക് ആ ഒരു പെട്ടെന്നകത്ത് കയറി പണി നടത്തി ഇറങ്ങി പോരാൻ പറ്റും. പക്ഷെ ഇസ്ലാം എനിക്ക് മനസ്സിലാത്ത അത്ര നല്ല ബിഗ് സൈസ് ഡിഫറൻസ് ഉണ്ടാവും. ഇലിയ ഓക്കെ ശരി, ഇലിയ 155 വരുമ്പോൾ കുറച്ചും കൂടി ബിഗ്ഗർ ആവും. ഭയങ്കര ബിഗ് വെയിറ്റ് കട്ടൊക്കെ ചെയ്യണം 145. അപ്പൊ കുറച്ചും കൂടി ബിഗ്ഗർ ആവും. സാധാരണ ഇലിയ നമ്മൾ 145 കണ്ടതിൽ എല്ലാ വർഷവും വെച്ച് നോക്കണമെങ്കിലും നല്ല അത്യാവശ്യം ബിഗ്ഗർ ആയിരിക്കും 155 വരുമ്പോൾ. പക്ഷേ ഇസ്ലാം അവിടെ 155 ബിഗ് ഫോർ ലൈറ്റ് വെയിറ്റ് ആണ് ഇസ്ലാം അവിടെ. അപ്പൊ
ഇസ്ലാമിനെയും ഇവനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോ ചിലപ്പോ മാൻ ഹാൻഡ്ലിങ് വരെ നടക്കും. അതാണ്. അപ്പൊ അത്രയും നടക്കില്ലെങ്കിലും ഒരു ബിഗ് ഒരു സ്ട്രെങ്ത് ഡിഫറൻസ് ഉണ്ടാവും. ഇസ്ലാമിന് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും അത്. പിന്നെ റേഞ്ചും ഒരു കുറച്ച് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇലിയ ആ ഒരു ഡിസ്റ്റൻസ് എങ്ങനെ കവർ ചെയ്യണ ആ ഒരു ഇതനുസരിച്ചിരിക്കും. ആ സ്പീഡ് ഇലിയൊക്കെ ഉണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ ആ മറ്റേ പണ്ടത്തെ പൻഡോജയായിട്ട് ഫൈറ്റ് ചെയ്തപ്പോഴേക്കും കൊണ്ട ആ ഒരു കേവ് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഡിഫെൻസീവ്ലി സൗണ്ട് ആണ് ഇസ്ലാം. നമുക്ക് നോക്കാം. ഇത് ആദ്യം നടക്കുമെന്ന് ആദ്യം അറിയട്ടെ, എന്നിട്ടാണ്. എനിക്കാണെങ്കിൽ ഇത് നടക്കുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഹൈപ്പ് ഓക്കെ, സെറ്റ്, ഇത് നടക്കും. ഇതിപ്പോ ഇത് ഒരു ഫൈറ്റ് നടന്നാ കൊള്ളാം, എല്ലാവർക്കും നടന്നാ കൊള്ളാന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോ ഇസ്ലാമിന് വേണമെങ്കിൽ ബലാൽ എങ്ങനെയെങ്കിലും തോറ്റ് അത് മാത്രം ഉണ്ടാവുള്ള ചിന്ത. അപ്പൊ നോക്കാൻ നമുക്ക് നടക്കില്ലേ. പിന്നെ ഇപ്പൊ ഈ UFC 313 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ ഒരു നമ്പേർഡ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 2nd വീക്കൊക്കെ പോകണം. UFC 314 വോൾക്കനോസ്കി, ഡിയേഗോ ലോപ്പസ്, പാഡി ചാൻഡലർ, ആ ഫൈറ്റാണ്. അതിനു മുമ്പ് വേറൊരു ഫൈറ്റ് ഉണ്ട്. കുറച്ച് നല്ല നല്ല ഫൈറ്റ്സ് ഓരോ ആഴ്ച നടക്കുന്നുണ്ട്. പിന്നെ ലണ്ടനിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അത് നൈസ് ഫൈറ്റ് ആയിരിക്കും. ലിയോൺ എഡ്വേർഡ്സും ഷോൺ ബ്രീഡിയും. അതാണെങ്കിൽ നമുക്ക് സാറ്റർഡേ നൈറ്റ് ആയിരിക്കും. അപ്പൊ സാധാരണയുള്ള സൺഡേ മോർണിംഗ് ഒരു വെറൈറ്റി ആയിരിക്കും. എന്നിട്ട് 23 മാർച്ചിലുള്ള ആ ഒരു ഫൈറ്റ് നൈറ്റ്. ടോമാസ് പിനോളൊക്കെ പണ്ടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ഫൈറ്റ് നൈറ്റിലേക്ക് ഇരിക്കും. ഇപ്പൊ ടോമാസ് പിനോള അവിടെ വേറെ ആളായിട്ട് അതെന്താ അവസ്ഥയാണ്. ഇപ്പോഴാണെങ്കിൽ ഇത് ഇയാൾക്കൊന്ന് കൊടുത്തൂടെ, ഇയാൾക്ക് ആ പൈസ കൊടുത്ത് ഈ ഫൈറ്റ് നടത്തുക. നടന്നു കഴിഞ്ഞാ എല്ലാവർക്കും ഗുണമാണ്. ഇതിപ്പോ ഇയാളെ ഇങ്ങനെ ഇപ്പൊ നിന്ന് ഒന്നില്ലെങ്കിൽ വെക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ടോം ആൻഡ് ജെറി കളിക്കുന്നത് എന്തിനാണാവോ. എന്തായാലും പുള്ളി എനിക്കൊന്നും പുള്ളിയുടെ അകത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന, പുള്ളിയുടെ ഡാർക്ക് മൈൻഡിൽ ഇങ്ങനെ അകത്തിരുന്ന ഇങ്ങനെ കുറച്ചു നേരം ഓടട്ടെ ആ ഒരു രീതിയിലാണ്. പുള്ളിക്ക് ആ ലെഗസിയിൽ ഒരു ബ്ലാക്ക് മാർക്ക് വർദ്ധിക്കാൻ താല്പര്യമില്ല. എന്നാൽ ടോമാണെങ്കിൽ അവിടെ നല്ല ഡിസർവിങ് ആണ്. ടോമിന് ഇത്രയും നാള് എല്ലാവരെയും ഫിനിഷ് ചെയ്ത് സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടൊന്നും കണ്ടിട്ടില്ലെന്നാണ്. അങ്ങനത്തെ പെർഫോമൻസ് ഒക്കെ പോകുമ്പോ നടക്കുമായിരിക്കും. അതും നടന്നാൽ കൊള്ളാന്നുണ്ട്. ഈ ഇലിയയും ഇസ്ലാമും കൺഫേം ചെയ്യണ പോലെ ഈ ജോൺസും ടോമും ഒന്ന് കൺഫേം ജോൺസും പോകെ അവിടെ ടോമിനെ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ കൊടുക്കേ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം. ഇപ്പൊ കമന്റിൽ ആരെങ്കിലൊക്കെ വരും, ഡാനോട് പറഞ്ഞിട്ടുണ്ട്.